നമസ്കാരം. ഞാൻ ഡോക്ടർ ഷെയ്ൻ. പൂഞ്ഞാർ MLA ആയിരുന്ന PC ജോർജിൻ്റെ മകനാണ്. ഈ വരുന്ന 3 മാസത്തിനുള്ളിൽ കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, BJPക്ക് വേണ്ടി വോട്ട് ചോദിക്കാനോ അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയോ അല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ എത്രമാത്രം പ്രാക്ടിക്കൽ ആണെന്ന് എനിക്കറിയില്ല. പക്ഷേ ജനങ്ങളുടെ കംപ്ലീറ്റ് പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ നമുക്കിത് സാധ്യമാക്കിയെടുക്കാൻ പറ്റും. എല്ലാവർക്കും അവരുടേതായ തിരക്കുകളുണ്ട്. പക്ഷേ നമുക്ക് നല്ല ഒരു നാളേക്ക് വേണ്ടി ഈ ഒരു 3 മാസം നമ്മൾ മാറ്റിവെച്ചാൽ നമുക്കൊന്നുമില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ നാട്ടിൽ ജീവിക്കുമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ ഈ നാട് വിട്ടു പോകേണ്ടി വരും. ഈ നമ്മുടെ നാട്ടിലെ ഇടത് വലത് മുന്നണികൾ കാലാകാലങ്ങളായി ജനങ്ങളുടെ ഗതികേടിനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പാർട്ടികളിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളുകൾക്ക് ഈ നാട്ടിൽ വിജയിച്ച് ഒരു വാർഡ് മെമ്പർ പോലും ആകാൻ സാധിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ആയവരുണ്ട്, അത് വളരെ കുറച്ച് പേർ മാത്രം. ജനങ്ങൾക്ക് വേണ്ടി തെരുവിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുകയാണ്. അടുത്ത ഇലക്ഷനിൽ കേരളത്തിലെ ഇടതു വലത് മുന്നണികളിൽ ആർക്കും തന്നെ കേവല ഭൂരിപക്ഷത്തിൽ എത്താൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ആവേശഭരിതമായ ഒരു ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. BJP നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ ഇന്നേ വരെയുള്ള സാഹചര്യം കണക്കിലെടുത്താൽ സ്വതന്ത്രരായി വിജയിച്ച് കേരള നിയമസഭയിലേക്ക് ജയിച്ചത് വളരെ വളരെ ചുരുക്കം പേർ മാത്രമേ ഉള്ളൂ, PC ജോർജ് ഉൾപ്പെടെ. അത്രയ്ക്കും റിനൗണ്ടായ പൊളിറ്റീഷ്യൻസിന് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. കേരളത്തിൽ 140 നിയോജക മണ്ഡലങ്ങളുണ്ട്. ഈ 140 നിയോജക മണ്ഡലങ്ങളിൽ ഒരു 10% നിയോജക മണ്ഡലങ്ങളിലെങ്കിലും ഈ ഇടത് വലത് പ്രസ്ഥാനങ്ങളോട് അല്ലെങ്കിൽ ഈ പ്രസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യമില്ലാത്തതായതോ അല്ലെങ്കിൽ BJPയെ പറ്റി അവർ പഠിച്ചു വരുന്നതോ ആയിട്ടുള്ള ഒരു 10% മണ്ഡലങ്ങളെങ്കിലും കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉണ്ടാവണം. ഞാനീ പറയുന്നത് ഇലക്ഷന് മുമ്പുള്ള കാര്യമാണ്. അതിനുവേണ്ടി നമുക്ക് കഴിയാവുന്ന അത്രയും ഇന്നുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള ക്യാമ്പയിനിങ്ങും അല്ലെങ്കിൽ നമുക്കൊരു പ്രീ ഇലക്ഷൻ പോളിംഗ് ഒക്കെ നടത്താം. അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം ഈ ഇന്ന സ്ഥലത്ത് ഏറ്റവും ബെറ്ററായ കഴിവുള്ള സത്യസന്ധരായ ചെറുപ്പക്കാരെ കണ്ടെത്തി ഒരു പ്രീ ഇലക്ഷൻ പോളിംഗ് നടത്തിയാൽ നമുക്ക് സാധ്യമാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ കുറച്ച് ചെറുപ്പക്കാരെ നമുക്ക് ജയിപ്പിച്ചെടുക്കാൻ സാധിച്ചാൽ ഒരു വിപ്ലവകരമായ ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു.